ഞാൻ മെറീന ജോബി. അഗൈൻ വെൽക്കം ബാക്ക് ടു സോറൻ സ്പൈസി. സോറൻ സ്പൈസിയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ കോട്ടിംഗ് റെഡിയാക്കുന്നത് നമ്മൾ കോൺഫ്ലെക്സ് യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഔട്ട് സൈഡ് നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇതെങ്ങനെ റെഡിയാക്കാമെന്ന്. അപ്പോൾ കോൺഫ്ലെക്സ് ചിക്കൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 5-6 മണിക്കൂറൊന്ന് എടുത്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നിങ്ങൾക്ക് സ്കിന്നോട് കൂടിയിട്ടോ അല്ലാതെ എടുക്കാം. ഞാനിവിടെ സ്കിന്നില്ലാതെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ മുകളിൽ കൂടെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 1/2 കപ്പ് തൈര് വേണം, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി മാരിനേഷന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ചിക്കൻ. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലോട്ട് നമുക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തൈര് ചേർത്ത് കൊടുക്കാം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യാൻ നേരത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഉപ്പിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ എല്ലാം കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 6 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷമാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു 6 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് 6 മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോട്ടിംഗ് റെഡിയാക്കണം. അപ്പോൾ നമുക്കിനി കോട്ടിംഗ് റെഡിയാക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കോട്ടിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലോട്ട് നമുക്ക് ഒരു 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 3/4 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു 3/4 കപ്പ് കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. കോൺഫ്ലെക്സ് ചെറുതായിട്ട് കൈവച്ചൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 3/4 കപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് എഗ് വാഷ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇതിനകത്തോടെ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഡ്രൈ മിക്സും മുട്ടയും വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് ഡ്രൈ മിക്സിൽ വെച്ചൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ മുട്ടയിലൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഡ്രൈ മിക്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ എടുക്കുന്നുണ്ട്. ഇതിട്ട് ആ കേടെല്ലാം നന്നായിട്ടൊന്ന് കുടഞ്ഞു കളയുക. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കൻ ഡ്രൈ മിക്സ് വെച്ച് നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ ബാലൻസ് എല്ലാ ചിക്കനും നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ എല്ലാം നമ്മുടെ ഡ്രൈ മിക്സ് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺഫ്ലെക്സ് എല്ലാം നന്നായിട്ട് ആ ചിക്കനുമേ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചിക്കൻ ഒന്ന് നമ്മുടെ മുട്ടയിൽ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിൽ ഒന്ന് മുക്കിയെടുക്കുകയാണ്. ഇനി നമുക്ക് ഒന്നും കൂടെ നമ്മുടെ ഡ്രൈ മിക്സിലൊന്ന് മുക്കിയെടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമതും നമ്മുടെ ഡ്രൈ മിക്സിൽ മുക്കിയിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഡബിൾ കോട്ടിങ് ചെയ്തു. ഇതേപോലെ തന്നെ ബാലൻസ് എല്ലാ ചിക്കനും നമുക്ക് എഗ്ഗിൽ മുക്കിയിട്ട് ബാലൻസോടെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ചിക്കനും ഡബിൾ കോട്ടിങ് ചെയ്ത് എല്ലാം നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം.
ഇനി തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ചിക്കൻ കളറൊക്കെ മാറിയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാകം മതി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റാം. നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ചിക്കൻ എല്ലാം കൂടെ ഞാനൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പിയാണ്. നമ്മൾ ഡബിൾ കോട്ടിങ് ചെയ്തതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, വളരെ ഈസിയാണ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഔട്ട് സൈഡ് നല്ല ക്രിസ്പിയാണ്, എന്നാൽ അകത്ത് നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസിനുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.